കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിനെല്ലാം പ്രിപ്പയർ ആയി ക്വസ്റ്റ്യൻ പേപ്പർ കൈ കെട്ടി എക്സാം എഴുതാനായിട്ട് റെഡി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കണു. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ലേൺവൈസിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ്, മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സെഷൻ്റെ അകത്ത് നമ്മൾ BA ഇംഗ്ലീഷ് BE GC 110 പേപ്പറായ റൊമാൻറ്റിക് ബ്രിട്ടീഷ് 19th സെഞ്ചുറി ലിറ്ററേച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. So this report aims to analyze the types of questions asked frequently, coverage of syllabus topics, identify notable patterns or trends in the British literature 19th century examination papers from June 2022, December 2022, June 2023 and December 2023. സോ ഈ 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. The analysis involves categorizing questions based on the syllabus topics, evaluating the types of questions, and identifying the recurring themes and focal points in the examination papers. So, എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്, ഏതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫോക്കസ് ഏരിയാസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ കണ്ടന്റ് എക്സ്പ്ലനേഷൻ സെക്ഷൻ A. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്ഷൻ A വരുന്നത് കണ്ടന്റ് എക്സ്പ്ലനേഷൻ ആണ്. ദിസ് സെക്ഷൻ consistently asks students to explain specific passage concerning context which requires detailed knowledge of the text and the ability to interpret literary devices and themes. സോ നമുക്ക് തന്നിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു പാസേജ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് സെക്ഷൻ A ചോദിക്കുന്നത്. Each exam paper contains 5 passages out of which students need to explain any 4. സോ 5 passages ഉണ്ടാവും. അതിൽ 4 എണ്ണം കമ്പൽസറി ആയിട്ടും കുട്ടികൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടാവണം. അതിൻ്റെ അകത്ത് ക്രിട്ടിക്കൽ അനാലിസിസ് സെക്ഷൻ B അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 2, അതുപോലെ സെക്ഷൻ Cയുടെ അകത്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് 3 to 5. These sections require a deeper critical analysis or character sketch discussing themes, significance of titles, roles of character, and interpretations of poems. സോ ക്യാരക്ടർ സ്കെച്ച് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന പാസേജിന്റെ പഠിക്കാനുള്ള ടെക്സ്റ്റുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് എന്തൊക്കെയാണ്, അതിന്റെ ടൈറ്റിൽ എത്രമാത്രം സിഗ്നിഫിക്കന്റ് ആണ്, അതിൻ്റെ അകത്ത് ആ ഒരു വർക്കിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഡിസ്കസ് ചെയ്തിരിക്കുന്ന മേജർ ആയിട്ടുള്ള തീംസ് എന്താണ്, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇനി പോയം ആണെങ്കിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് സെക്ഷൻ Bയിലും സെക്ഷൻ Cയിലും നമുക്ക് ചോദിച്ചു കണ്ടിരിക്കുന്നത്. ഇനി കവറേജ് ഓഫ് സിലബസിലോട്ട് വരികയാണെങ്കിൽ the questions cover a broad range of topics from the syllabus. Key areas include A Tale of Two Cities by Charles Dickens. ചാൾസ് ഡിക്കൻസിന്റെ Tale of Two Cities. അതിൻ്റെ അകത്ത് തന്നെ ഫ്രഞ്ച് റെവല്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൽ തന്നെ റോൾ ഓഫ് വിമൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ക്യാരക്ടർ അനാലിസിസ്, അതിൻ്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ അനാലിസിസ്, ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ്, എന്തുകൊണ്ടാണ് ഡിക്കൻസ് അതിന് Tale of Two Cities എന്ന് പറയുന്നത്, ഏതൊക്കെ സിറ്റീസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്, അതിന്റെ ഓപ്പണിംഗ് ലൈൻസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ കണ്ടീഷൻ ഓഫ് ദി പുവർ ആൻഡ് അരിസ്റ്റോക്രസി, പൂർവ്വം ആ സൊസൈറ്റിയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡിഫറൻസസ്, റെപ്രസെന്റേഷൻ ഓഫ് റെവല്യൂഷണറീസ്, എങ്ങനെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഈ പറയുന്ന ചാൾസ് ഡിക്കൻസിന്റെ നോവലിൽ നിന്നും നോക്കണം. ഇനി സെക്കൻഡ് വർക്കാണ് ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് ബൈ തോമസ് ഹാർഡി. അതിൻ്റെ അകത്തും ക്യാരക്ടർ സ്കെച്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആ നോവലിൻ്റെ അകത്ത് ഫെയ്റ്റ് ആൻഡ് ഡൗൺഫോൾ എങ്ങനെയാണ് തീമായിട്ട് വരുന്നത്, അതുപോലെ ട്രാജിക് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്
വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ റെഗുലർ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് വിക്ടോറിയൻ പോയട്രി. അതിൻ്റെ അകത്ത് തന്നെ ലോർഡ് ടെന്നീസന്റെ, ആൽഫ്രഡ് ടെന്നീസന്റെ യുലീസസ്, ദ ലേഡി ഓഫ് ഷാർലറ്റ്, ബ്രേക്ക് 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 എന്ന് പറയുന്ന പോയംസ്, അതുപോലെ റോബർട്ട് ബ്രൗണിംഗ് ഡ്രമാറ്റിക് മോണോലോഗ്സ്, മൈ ലാസ്റ്റ് ഡച്ചസ്, അതുപോലെ മാത്യു അർണോൾഡിന്റെ ഡോവർ ബീച്ച്, ടു മാർഗരറ്റ്, റോസിറ്റിയുടെ ഗോബ്ലിൻ മാർക്കറ്റ്, ഹോപ്കിൻസിന്റെ പൈഡ് ബ്യൂട്ടി. അങ്ങനെ വിക്ടോറിയൻ പോയട്രിയുടെ പോയം അനാലിസിസും അവരുടെ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ അവരുടെ പോയട്രി സ്റ്റൈലും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ കോമൺ ആയിട്ട് റെഗുലർ ആയിട്ട് വരുന്നത് ദ ഡുവാലിറ്റി ആൻഡ് കോൺട്രാസ്റ്റ് ഇൻ ക്യാരക്ടേഴ്സ് ആൻഡ് തീംസ്, അതായത് അരിസ്റ്റോക്രസി വേഴ്സസ് പുവർ, നമ്മൾ ഡിക്കൻസിന്റെ പറഞ്ഞ പോലെ, അതുപോലെ ട്രാജിക് ഹീറോസ് ഇൻ തോമസ് ഹാർഡിയുടെ ട്രാജിക് ഹീറോസിന്റെ പോർട്രയൽ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ ആൻഡ് ദെയർ റോൾസ് ഇൻ സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ, എങ്ങനെയാണ് ഈ വർക്കുകളിൽ വിമനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 19th സെഞ്ചുറി വിക്ടോറിയൻ ഇറ എന്ന് പറയുന്നത് കുറച്ചും കൂടി വിമൻ സെൻറ്റേർഡ് ആയിട്ട്, അല്ലെങ്കിൽ വിമൻ ആ ഒരു റിബൽ സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് കാണുന്നത്. സോ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് വിമനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എക്സ്പ്ലോറേഷൻ ഓഫ് എക്സിസ്റ്റൻഷ്യൽ തീംസ് ആൻഡ് പേഴ്സണൽ റിഫ്ലക്ഷൻസ് ഇൻ പോയട്രി, അർണോൾഡിന്റെ ഡോവർ ബീച്ച്, ടെനിസന്റെ യുലീസിസ്, അങ്ങനത്തേലൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ഈ വാറിനോട്, ഇപ്പം യുലീസിസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വാർ കഴിഞ്ഞ് വന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന എന്താ പറയാ സെയിലേഴ്സിനെയാണ് നമ്മൾ ആ പോയത്തിൽ കാണുന്നത്. അപ്പൊ അതുപോലെ വാറിനോടുള്ള അവരുടെ ഒരു റെസിസ്റ്റൻസ് എങ്ങനെയാണ്, നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്തൊക്കെയാണ്, അതുപോലെ പോയട്രിയുടെ അകത്ത് വരുന്ന പേഴ്സണൽ റിഫ്ലക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നതാണ്. സോ അതൊക്കെ നിങ്ങൾ കുറച്ച് ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ പോയം അനാലിസിസിന്റെ അകത്ത് പോയംസ് ബൈ ടെന്നീസൺ, ബ്രൗണിംഗ്, അർണോൾഡ് ആൻഡ് ഹോപ്കിൻസ് ആൻഡ് ഫ്രീക്വന്റ്ലി അനലൈസ് ഫോർ ദ തിമാറ്റിക് ഡെപ്ത് ആൻഡ് സ്റ്റൈലിസ്റ്റിക് എലമെന്റ്. സോ അവരുടെ പോയത്തിന്റെ അകത്തുള്ള ബാക്ക്ഗ്രൗണ്ട്സ് എങ്ങനെയാണ്, കോമൺ ആയിട്ടുള്ള പോയറ്റിക് സ്റ്റൈലുകൾ എന്താണ്, അവര് യൂഷ്വലി ഡീൽ ചെയ്യുന്ന തീംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽ ക്രിട്ടിക്കൽ സമ്മറീസ് ആൻഡ് പാരാഫ്രൈസസ് ആർ ഓഫൻ റിക്വയർഡ്. ഇനി എക്സാമിനർ അനലൈസ് ചെയ്യുന്ന മറ്റൊരു ആസ്പെക്ട് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. സ്റ്റുഡൻസ് ആർ കൺസിസ്റ്റന്റ്ലി ടെസ്റ്റ് ഓൺ ദർ എബിലിറ്റി ടു ക്രിട്ടിക്കലി ഇന്റർപ്രറ്റ് ടെക്സ്റ്റ്, പ്രൊവൈഡ് ഇൻ-ഡെപ്ത് അനാലിസിസ് ആൻഡ് ആർട്ടിക്കുലേറ്റ് their thoughts clearly. Questions often ask for both surface and deeper meaning, encouraging comprehensive understanding and critical thinking. So ചോദ്യങ്ങൾ പാസേജസ് ഒക്കെ തന്നിട്ട് അതിൽ നിന്നും വളരെ ക്രിട്ടിക്കൽ ആയിട്ട് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. The examination papers are designed to cover a wide range of topics from the syllabus, focusing heavily on critical analysis and contextual understanding. The recurring themes and types of questions suggest a well-rounded approach to assessing students' knowledge and interpretive skills in British literature of the 19th century. So 19th century എന്ന് പറയുന്ന ആ ഒരു പീരീഡ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അതിനകത്ത് മേജർ ആയിട്ടുള്ള റൈറ്റിംഗ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിന്റെ എക്സാമിനേഷനിലൂടെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി തറോ റീഡിംഗ് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് തറോ റീഡിംഗ്, എൻഷുർ ഡീറ്റെയിൽഡ് റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഓൾ ദി ടെക്സ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ്. സിലബസിൽ തന്നിരിക്കുന്ന എല്ലാ ടെക്സ്റ്റുകളുടെയും സമ്മറി, അതിൻ്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, മേജർ ആയിട്ടുള്ള തീംസ്, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോണ്ടെക്സ്റ്റൽ നോളജ്, പേ അറ്റൻഷൻ ടു ദി ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ ആൻഡ് ലിറ്റററി കോണ്ടെക്സ്റ്റ് ഓഫ് ദി വർക്ക്. ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് റൈറ്റർ ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ ഇത് റൈറ്ററിന് ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് വന്ന് പെടാനുണ്ടായ സാഹചര്യം, ചിലപ്പോൾ ആ സൊസൈറ്റിയിലുണ്ടായ ചില എന്താ പറയാ തെറ്റായ പ്രവണതകളായിരിക്കാം, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള ഡിസ്പാരിറ്റീസ് ആയിരിക്കാം. അപ്പൊ ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് റൈറ്റർ അത് എഴുതുന്നത്, അതിനുള്ളൊരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അതുപോലെ ക്രിട്ടിക്കൽ അനാലിസിസ് പ്രാക്ടീസ്, റെഗുലർലി പ്രാക്ടീസ് റൈറ്റിംഗ് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് ക്യാരക്ടർ സ്കെച്ചസ്. ക്യാരക്ടർ സ്കെച്ചസ് ചോദിക്കാറുണ്ട്. നമുക്ക് ഇത്രയും വർക്കുകൾ, നോവൽസും പോയട്രി ഒക്കെ പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ആ നോവൽസിൻ്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ളതും മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെയും അനാലിസിസ്, എത്രമാത്രം ഇന്നവിറ്റബിൾ ആണ് ആ ക്യാരക്ടർ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പോയട്രി ഇന്റർപ്രിട്ടേഷൻ, ഫോക്കസ് ഓൺ ഇന്റർപ്രിറ്റിംഗ് തിമാറ്റിക് ആൻഡ് സ്റ്റൈലിസ്റ്റിക് എലമെന്റ്സ് ഓഫ് ദി പോയംസ് ഇൻ ദി സിലബസ്. സിലബസിന്റെ അകത്തുള്ള എല്ലാ പോയത്തിനെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ റിവ്യൂ പാസ്റ്റ് പേപ്പേഴ്സ്, റിവ്യൂ പാസ്റ്റ് എക്സാമിനേഷൻ പേപ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആൻഡ് ഫ്രീക്വന്റ്ലി കവേർഡ് ടോപ്പിക്. ഈ ഒരു ബാർ ഡയഗ്രാം തരുന്നത് നിങ്ങൾക്ക് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ കാണിക്കുന്നത്. ഇത് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്.
ഇനി അനലൈസ് ദ ഫ്രീക്വൻസി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് ബ്ലോക്ക് അക്രോസ് ദി ഡിഫറെന്റ് എക്സാം പേപ്പേഴ്സ് ആൻഡ് വിഷ്വലൈസ് ദ ഫൈൻഡിങ്സ്. ഹിയർ ആർ സം കീ പോയിന്റ്സ്. ബ്ലോക്ക് വണ്ണിൻ്റെ അകത്ത് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. എ ടെയിൽ ഓഫ് ടു സിറ്റീസിൽ യൂഷ്വലായിട്ടും ഏകദേശം 3 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ എക്സാമിലും 3 ക്വസ്റ്റ്യൻസ് വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മൊത്തം 12 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതിന്റെ തിമാറ്റിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ്, അതിന്റെ ടൈറ്റിലിന്റെ സിഗ്നിഫിക്കൻസ്, അങ്ങനത്തെ ഒക്കെ ഇതായിട്ട് മൊത്തം 12 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി ബ്ലോക്ക് 2ലേക്ക് വരുവാണെങ്കിൽ മേയർ ഓഫ് കാസ്റ്റബ്രിഡ്ജ് എന്ന് പറയുന്ന വർക്കും അതുപോലെ തന്നെ ബ്ലോക്ക് 4 വിക്ടോറിയൻ പോയട്രി സെഷൻ 2ന്റെ അകത്തുള്ളതും 9 ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ വന്നിട്ടുണ്ട്. ഇനി ബ്ലോക്ക് ത്രൂ വിക്ടോറിയൻ പോയട്രി 1ലേക്ക് വരികയാണെങ്കിൽ 10 ക്വസ്റ്റ്യൻസേ കണ്ടിട്ടുള്ളൂ. ബ്ലോക്ക് 2വിനേക്കാളും 4നേക്കാട്ടിലും കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും ബ്ലോക്ക് 1 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ടെയിൽ ഓഫ് സിറ്റീസ് ആണ്, ടെയിൽ ഓഫ് ടു സിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്കിൻ്റെ അകത്ത് നിങ്ങൾ ആ ഒരു നോവലിന്റെ എല്ലാ ആസ്പെക്ട്സിനകത്തേക്കും നിങ്ങളുടെ പ്രൈമറി ആയിട്ടുള്ള ഫോക്കസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ഇത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. The heat map provides illustrates the wide unit wise question distribution across different exam papers. Each cell in the heat map represents the number of questions from a particular unit within a block for a specific exam session. ഇനി ബ്ലോക്ക് 1ലേക്ക് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 എ ടെയിൽ ഓഫ് ടു സിറ്റീസിന്റെ ബ്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1ൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. യൂണിറ്റ് 2ൽ നിന്ന് ഡിസംബർ 2023 മാത്രമേ ക്വസ്റ്റ്യൻ ഇല്ലാതിരുന്നുള്ളൂ. ബാക്കി 3 എക്സാംസിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി യൂണിറ്റ് 3 വരുവാണെങ്കിലും ഇതുപോലെ തന്നെ ആകെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വർഷം മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ലാതിരുന്നിട്ടുള്ളൂ. ബാക്കി 3 എണ്ണത്തിലും ഉണ്ടായിരുന്നു. യൂണിറ്റ് 4 ലെസ് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. ആകെ 2 എക്സാംസിൽ മാത്രമേ നമ്മൾ അതിന്ന് യൂണിറ്റ് 4ൽ നിന്ന് കണ്ടിട്ടുള്ളൂ. യൂണിറ്റ് 1ൽ നിന്ന് എല്ലാ വർഷവും ഡെഫിനറ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇനി ബ്ലോക്ക് 2 ദ മേയർ ഓഫ് കാസ്റ്റബ്രിഡ്ജിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 1 നോക്കുകയാണെങ്കിൽ 3 എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2ഉം അതുപോലെ തന്നെ 3 എക്സാംസിൽ വന്നിട്ടുണ്ട്. യൂണിറ്റ് 3 ആകെ ഒരു തവണ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. പക്ഷെ യൂണിറ്റ് 4 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലോക്ക് 2ഉം ഇതുപോലെ തന്നെ ബ്ലോക്ക് 2ന്റെ അകത്ത് യൂണിറ്റ് 1ഉം 2ഉം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് 3 തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 3 വിക്ടോറിയൻ പോയട്രിയിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 1 എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 2 2 എക്സാംസിന്. യൂണിറ്റ് 3 മിക്കവാറും 3 വർഷങ്ങളിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. യൂണിറ്റ് 4 വരുവാണെങ്കിൽ 2 എക്സാമിന്. അപ്പോൾ അതാണ് ബ്ലോക്ക് 3യുടെ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഒരു ഫ്യൂവർ വേർഷൻ ആണ് കണ്ടിട്ടുള്ളത്. പക്ഷെ യൂണിറ്റ് 1ൽ ആകെ ഒരു തവണ എന്തോ ചോദിച്ചിട്ടുള്ളൂ. ഇനി യൂണിറ്റ് 2ലേക്ക് വരികയാണെങ്കിൽ 3 തവണ, ആകെ എക്സെപ്റ്റ് ജൂൺ 2023 മാത്രമേ ചോദിക്കാതെ കണ്ടിട്ടുള്ളൂ. യൂണിറ്റ് 3യും ഫ്രീക്വന്റ്ലി അപ്പിയർഡ് ആണ്. യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ 2 എക്സാംസിലേക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഇതുവരെ ഉള്ള ഒരു മാർക്ക് ഡിവിഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്ന് വിചാരിച്ച് ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാം എന്നുള്ളതല്ല. ഇതെല്ലാം ഫോക്കസ് ഏരിയാസ് ആണ്. സോ മോസ്റ്റ് ഫ്രീക്വന്റ്ലി കവേർഡ് യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ന്റെ അകത്ത് യൂണിറ്റ് 1, 2, 3, ബ്ലോക്ക് 2ൽ യൂണിറ്റ് 1 and 2, ബ്ലോക്ക് 3ൽ യൂണിറ്റ് 1 and 3, ബ്ലോക്ക് 4ൽ വരാണെങ്കിൽ യൂണിറ്റ് 2 and 3. സോ ഇത്രയും ബ്ലോക്കുകളാണ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 2ലെ യൂണിറ്റ് 3യും ബ്ലോക്ക് 4ലെ യൂണിറ്റ് 1ഉം. സോ അങ്ങനെയാണ് ഏകദേശം നമ്മുടെ ഒരു യൂണിറ്റ് വൈസ് അനാലിസിസ് ആയിട്ട് പറയുന്നത്. സോ ദിസ് ഇൻഫർമേഷൻ can guide students in prioritizing their study focus based on the frequency of questions from each unit. ഇത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ഓരോ ബ്ലോക്കിന്റെയും. ഇനി ഇതിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ന്റെ അകത്ത് ടെയിൽ ഓഫ് ടു സിറ്റീസിൽ നോക്കുകയാണെങ്കിൽ ചാൾസ് ഡിക്കൻസിന്റെ യൂണിറ്റ് 1 ചാൾസ് ഡിക്കൻസിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് ആണ്. സോ ചാൾസ് ഡിക്കൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ബയോഗ്രഫി എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാ വർഷവും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഇനി യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ സമ്മറി ആണ്. അതിൻ്റെ അകത്തുനിന്ന് ചോദിച്ച് കാണാറുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് തന്നിട്ട് അത് എപ്പോൾ നടന്ന ഇൻസിഡന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഇൻസിഡന്റിനുള്ള ബാക്ക്ഗ്രൗണ്ട് റീസൺ എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഇനി യൂണിറ്റ് 3ലോട്ട് വരാണെങ്കിൽ ഫ്രാൻസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് ദി 18th century, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുന്നത്. സോ അതും ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇമ്പോർട്ടൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ വിമൻ ഇൻ ഫ്രഞ്ച് റെവല്യൂഷൻ, നമ്മൾ പറഞ്ഞു 19th century വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ആയിരുന്നു വിമന്റെ എന്നുള്ളത്. ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷന്റെ തന്നെ ഒരു ബാക്ക് ഡ്രോപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു നോവലാണ് ഡിക്കൻസിന്റെ. അപ്പോൾ ആ ഒരു നോവലിന്റെ അകത്ത് വിമൻ എങ്ങനെയാണ്
പോർട്രേ ചെയ്യപ്പെടുന്നത്. ഇപ്പം നമ്മള് നോവൽ തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിലും വിമൻ ചുമ്മാ ഇരുന്ന് ഇതിൻ്റെ അകത്ത് നെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിമൻ നോവലിനകത്ത് എങ്ങനെയാണ് വിമനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ഫ്രഞ്ച് റെവല്യൂഷൻ ആസ് എ വോൾ നോക്കുകയാണെങ്കിൽ വിമന്റെ റോൾ എന്തായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. വിമൻ ഫ്രഞ്ച് റെവല്യൂഷൻ നോക്കണം. ഇനി ബ്ലോക്ക് 2ന്റെ അകത്തോട്ട് വരികയാണെങ്കിൽ ദ മേയർ ഓഫ് കാസൽബ്രിഡ്ജിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് യൂണിറ്റ് 1 തോമസ് ഹാർഡിയുടെ ലൈഫ് ആൻഡ് വർക്ക്സ് ആണ്. അതും ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി യൂണിറ്റ് 2 സമറി ഓഫ് ചാപ്റ്റേഴ്സ് 1 to 10. അതിൽ നിന്നും ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെയിൽ ഓഫ് 2 സിറ്റീസിൽ പറയുന്ന പോലെ തന്നെ ചില ഇൻസിഡൻസ് തന്നിട്ട് അതിന്റെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. യൂണിറ്റ് 3ലേക്ക് വരുമ്പോൾ ക്യാരക്ടർ ആൻഡ് എൻവയോൺമെന്റ്, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങളുടെ അടുത്ത് ചോദിച്ചെന്ന് വരാം. അതുപോലെ യൂണിറ്റ് 4 ക്യാരക്ടറൈസേഷൻ ഓഫ് ഹെൻഷാർഡ്, അത് 2 ക്വസ്റ്റ്യൻസിൽ 2 എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇത്ര പർട്ടിക്കുലർ ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ യൂണിറ്റിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ഇനി ബ്ലോക്ക് 3ലേക്ക് വരികയാണെങ്കിൽ വിക്ടോറിയൻ പോയട്രി വരികയാണെങ്കിൽ ലോട്ടസ് ഈറ്റേഴ്സ് ആൻഡ് ടെന്നിസൺസ് ലൈഫ് ആൻഡ് വർക്ക്സ്, അതും ഇതുപോലെ തന്നെ ഡിഫറെന്റ് എക്സാംസിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. യൂണിറ്റ് 2 സ്പ്ലെൻഡറസ് ഫാൾസ്, അത് 2 എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 3 ബ്രൗണിങ്ങിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് ആണ്, അതും മോസ്റ്റ് വർക്ക്സിന്റെ അകത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. യൂണിറ്റ് 4 മൈ ലാസ്റ്റ് ഡച്ചസ്, അതും കോമൺ ആയിട്ട് റെഗുലർ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കാരണം ആ ഒരു പീരീഡിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ള സോഷ്യൽ ചേഞ്ചസിനെ ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പോയട്രി ആണത്. അതുകൊണ്ട് അത് ഫ്രീക്വന്റ്ലി ചോദിക്കാറുണ്ട്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ അർണോൾഡ്സ് ലൈഫ് ആൻഡ് വർക്ക്സ്, അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ യൂണിറ്റ് 2 സ്കോളർ ജിപ്സി ചോദിക്കാറുണ്ട്. ഇനി യൂണിറ്റ് 3 ഗ്ലോബൽ മാർക്കറ്റ് ആൻഡ് സ്പൈഡ് ബ്യൂട്ടി, അതും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് കളയരുത്, ലെസ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എന്നാൽ പോലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ബ്ലോക്ക് 1ലെ ചാൾസ് ഡിക്കൻസ് ലൈഫ് ആൻഡ് വർക്ക്സും സമറി ഓഫ് ബുക്സും. അതുപോലെ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ തോമസ് ഹാർഡിയുടെ ലൈഫ് ആൻഡ് വർക്ക്സും സമറി ഓഫ് ചാപ്റ്റേഴ്സ് 1 to 10. ഇനി ബ്ലോക്ക് 3ലേക്ക് വരികയാണെങ്കിൽ ബ്രൗണിങ്ങിന്റെ ലൈഫ് ആൻഡ് വർക്ക്സും മൈ ലാസ്റ്റ് ഡച്ചസും. ബ്ലോക്ക് 4ലേക്ക് വരികയാണെങ്കിൽ ഗോബ്ലിൻ മാർക്കറ്റും സ്പൈഡ് ബ്യൂട്ടിയും. ഇത്രയാണ് മേജർ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി ലെസ് ഫ്രീക്വന്റ്ലി നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2ലെ ക്യാരക്ടർ ആൻഡ് എൻവയോൺമെന്റും അതുപോലെ ബ്ലോക്ക് 4ലെ അർണോൾഡിന്റെ ലൈഫ് ആൻഡ് വർക്ക്സും. ഇത്രയും ആണ് ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്ത് കളയരുത്, കാരണം ഭാവിയിൽ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ മാർക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1ൽ നിന്നും അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ടൊരു 5 മാർക്സിന്റെ ചോദിക്കാറുണ്ട്. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ അത് 20 മാർക്സ് വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി യൂണിറ്റ് 3 ആണെങ്കിൽ ഒരു 5 മാർക്സ് ആണ് ആവറേജ് ചോദിച്ച് കാണാറുണ്ട്. യൂണിറ്റ് 4 ആണെങ്കിൽ 10 മാർക്സ് ആണ് ആവറേജ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2ലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 1ൽ നിന്ന് 5 മാർക്സ്, യൂണിറ്റ് 2 സമ്മറിയിലേക്ക് വരുമ്പോൾ അത് 20 മാർക്സ് ചോദിക്കാറുണ്ട്. യൂണിറ്റ് 3 ക്യാരക്ടർ, അതൊരു ലെസ് പ്രോമിനന്റ് ഏരിയ ആണ്, അതുകൊണ്ട് ഒരു 5 മാർക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. ഇനി യൂണിറ്റ് 4ലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു 10 മാർക്സിന് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബ്ലോക്ക് 3ലെ യൂണിറ്റ് 1ലേക്ക് വരികയാണെങ്കിൽ ടെനിസൺ, അത് 2 ടോപ്പിക്കിനും ഏകദേശം 5 മാർക്ക് വെച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യൂണിറ്റ് 2ലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 20 മാർക്സ് ചോദിച്ച് കാണാറുണ്ട്. യൂണിറ്റ് 3 ആണെങ്കിൽ 2 ടോപ്പിക്കിൽ നിന്നും ഏകദേശം 5 മാർക്ക് വീതം ചോദിക്കാറുണ്ട്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ യൂണിറ്റ് 1ന്റെ അകത്ത് ഒരു 5 മാർക്സ്, യൂണിറ്റ് 2ൽ ഒരു 10 മാർക്സ്, യൂണിറ്റ് 3ൽ 15 മാർക്സ്. സോ യൂണിറ്റ് 3ലാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറ്. സോ ഹയസ്റ്റ് ആവറേജ് മാർക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2, ബ്ലോക്ക് 2ലെ യൂണിറ്റ് 2, ബ്ലോക്ക് 3ലെ യൂണിറ്റ് 3, ഇനി ബ്ലോക്ക് 4ലേക്ക് നോക്കുകയാണെങ്കിലും യൂണിറ്റ് 3. സോ അത്രയും പോർഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. വേറെ ലോവസ്റ്റ് ആവറേജ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ലെ ടെയിൽ ഓഫ് 2 സിറ്റീസിന്റെ ബാക്ക്ഗ്രൗണ്ടും സമറി ഓഫ് ബുക്ക് 1ഉം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സമറി ഓഫ് ബുക്ക് 3യും ചോദിച്ച് കാണാറില്ല. ഇനി ബ്ലോക്ക് 2ലെ നോക്കുകയാണെങ്കിൽ ക്യാരക്ടർ ആൻഡ് എൻവയോൺമെന്റിന് 5 മാർക്ക് ചോദിച്ചിട്ടുള്ളൂ. ബ്ലോക്ക് 3ലെ മൈ ലാസ്റ്റ് ഡച്ചസും 5 മാർക്കിനെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ അർണോൾഡിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിന്റെ അകത്തും 5 മാർക്ക് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ഇനി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചാൾസ് ഡിക്കൻസിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിന്റെ അകത്ത് ഒരു 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 3ല് ടെനിസൺ ആൻഡ് ലൈഫും 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ഗോബ്ലിൻ മാർക്കറ്റ്, സ്കോളർ ജിപ്സി, അർണോൾഡിന്റെ ലൈഫ്, ഇതും 4 തവണ വെച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം വളരെ സ്ട്രെസ് കൊടുത്ത് തന്നെ നിങ്ങൾ
അത്യാവശ്യം ഫോക്കസ് ഏരിയ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. സോ ഇത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിലബസിന്റെ അകത്ത് ഈ ഒരു പേപ്പറിൽ ഈ ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1ന്റെ അകത്ത് നമ്മൾ കണ്ടു. അതുപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ചോദിക്കാൻ സാധ്യതകളുണ്ട്. ബ്ലോക്ക് 4 യൂണിറ്റ് 1, ബ്ലോക്ക് 4 യൂണിറ്റ് 2, ബ്ലോക്ക് 4 യൂണിറ്റ് 3. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക. സോ ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞ ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യുക. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന എക്സാമിനുള്ള ഒരു പ്രഡിക്ഷൻ ആണ്. ബ്ലോക്ക് 1ൽ നിന്ന് ലൈഫ് ആൻഡ് ചാൾസ് ഡിക്കൻസിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് ചോദിക്കാറുണ്ട്. അത് ഈ തവണയും നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇനി ബ്ലോക്ക് 3ല് ടെനിസന്റെ ലൈഫ് ആൻഡ് വർക്ക്സും ഇതുപോലെ ഇതുവരെ എല്ലാത്തിലും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു എക്സാമിലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇനി ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1, 2, 3 ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 ടോപ്പിക്സും ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള എക്സാമിലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇനി മോഡറേറ്റ്ലി നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2ൽ നിന്ന് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സ്പെക്ട് ചെയ്യാം. യൂണിറ്റ് 3യും ഫ്രീക്വന്റ്ലി ആസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോ വീണ്ടും ചോദിച്ചെന്ന് വരാം. ഇനി ബ്ലോക്ക് 2ലേക്ക് വരാണെങ്കിൽ യൂണിറ്റ് 1, 2 ആൻഡ് 4 ഈ ടോപ്പിക്സും ഇതിനു മുന്നേ 2 എക്സാംസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ അവർക്ക് വീണ്ടും അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച അതേ പാറ്റേൺ തന്നെ ചോദിക്കണം എന്നില്ല. പക്ഷെ ടോപ്പിക്സ് ആൻസേഴ്സ് എഴുതേണ്ടത് സിമിലർ ആയിരിക്കും, ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണെങ്കിൽ കൂടി. ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 2ഉം നമുക്ക് അത്യാവശ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് 4ലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 4 പൈഡ് ബ്യൂട്ടി ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഇതിന്റെ ഒരു സമ്മറി പറയുകയാണെങ്കിൽ ചാൾസ് ഡിക്കൻസിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് പഠിക്കുക, ടെനിസന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് പഠിക്കുക, അർണോൾഡിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് പഠിക്കുക, അതുപോലെ അർണോൾഡിന്റെ സ്കോളർ ജിപ്സി, ഗോബ്ലിൻ മാർക്കറ്റ് അത്രയും പഠിക്കുക. അത്രയും ഫോക്കസ് ഏരിയ ആണ്. അത്രയും ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി മോഡറേറ്റ് പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ ടെയിൽ ഓഫ് ടു സിറ്റീസിന്റെ സമ്മറി ഓഫ് ബുക്ക് 2, അതുപോലെ തന്നെ ബ്ലോക്ക് 1ന്റെ അകത്ത് ഫ്രാൻസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് 18th century, ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ തോമസ് ഹാർഡിയുടെ ലൈഫ് ആൻഡ് വർക്ക്സ്, അതുപോലെ തന്നെ സമ്മറി ഓഫ് ചാപ്റ്റർ 1 to 10. ഇനി ബ്ലോക്ക് 2ലെ തന്നെയാണ് ക്യാരക്ടറൈസേഷൻ ഓഫ് ഹെൻജാഡും, പിന്നെ ദ സോപ്രഡസ് ഫാൾസ് എന്ന് സ്പ്ലെൻഡർ ഫാൾസ് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. പൈഡി ബ്യൂട്ടിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് വീണ്ടും വീണ്ടും പറയാണ്, കാരണം അത് അത്രയും ഫോക്കസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. യൂണിറ്റ് 1 ചാൾസ് ഡിക്കൻസിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. അപ്പോ ഇതിൻ്റെ അകത്ത് സ്റ്റഡി ഡിക്കൻസ് ബയോഗ്രഫി, ഹിസ് ലിറ്റററി കോൺട്രിബ്യൂഷൻ ആൻഡ് സ്പെസിഫിക് ഇൻഫ്ലുവൻസസ് ഓൺ ടെയിൽ ഓഫ് ടു സിറ്റീസ്. Understand the context of 19th century societal and political conditions influencing his works. So അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചാൾസ് ഡിക്കൻസിന്റെ ബയോഗ്രഫിയുടെ അകത്ത് പഠിക്കേണ്ടത്. ഇനി യൂണിറ്റ് 2 സമ്മറി ഓഫ് ബുക്സ് 2ലേക്ക് നോക്കുകയാണെങ്കിൽ സമ്മറൈസ് കീ ചാപ്റ്റേഴ്സ് ആൻഡ് അനലൈസ് മേജർ ഈവൻസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്, ഫോക്കസ് ഓൺ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആൻഡ് പിവിറ്റൽ മൊമെന്റ്സ് ഇൻ ബുക്ക് 2. ഇനി ബ്ലോക്ക് 3ലേക്ക് വരാണെങ്കിൽ ടെനിസന്റെ ലൈഫ് ആൻഡ് വർക്ക്സ്. അതിൻ്റെ അകത്ത് തന്നെ ടെനിസന്റെ മേജർ ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്, ടെനിസൺ ഡീൽ ചെയ്തിരുന്ന തീംസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള പോയട്രിക്കൽ സ്റ്റൈൽസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലോട്ടസ് ഈറ്റേഴ്സും യുലിസസും എന്നും പറയുന്ന 2 പോയട്രിയിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബ്ലോക്ക് 4ലേക്ക് വരാണെങ്കിൽ അർണോൾഡിന്റെ ലൈഫ് ആൻഡ് വർക്ക്സിൻ്റെ അകത്ത് വരുമ്പോൾ അർണോൾഡിന്റെ ബയോഗ്രഫി, അതുപോലെ അദ്ദേഹത്തിന്റെ ലിറ്റററി അച്ചീവ്മെന്റ്സ്, ഒരുപാട് ലിറ്റററി തിയറീസ് കൊടുത്ത ടച്ച് സ്റ്റോൺ പോലുള്ള തിയറിറ്റിക്കൽ എലമെന്റ്സ് കൊടുത്ത റൈറ്ററാണ് മാത്യു അർണോൾഡ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലിറ്റററി അച്ചീവ്മെന്റ്സും ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സും എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഡോവർ ബീച്ചും മാർഗരറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതുപോലെ യൂണിറ്റ് 2 സ്കോളർ ജിപ്സി നോക്കുകയാണെങ്കിൽ സ്കോളർ ജിപ്സിയുടെ തീംസ് എന്തൊക്കെയാണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അത് വിക്ടോറിയൻ പോയട്രിയുടെ ഒരു റിഫ്ലക്ഷൻ ആവുന്നത് എങ്ങനെയാണ്, വിക്ടോറിയൻ സൊസൈറ്റി എങ്ങനെയാണ് ഈ സ്കോളർ ജിപ്സി എന്ന് പറയുന്ന പോയത്തിന്റെ അകത്ത് അർണോൾഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അതുപോലെ അർണോൾഡ് ഇങ്ങനെ ഒരു പോയട്രി എഴുതാനുള്ള ഒരു സാഹചര്യം, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് ബയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നുള്ളത്. ഇനി യൂണിറ്റ് 3 ഗോബ്ലിൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പോയത്തിന്റെ നരേറ്റീവ് എങ്ങനെയാണ്, അതിന്റെ സിംബോളിസം, എന്തൊക്കെ തരത്തിലുള്ള സിംബോളിസം ആണ് ഇതിന്റെ അകത്ത് റൈറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ തീംസ് ഓഫ് ടെംപ്ടേഷൻ ആൻഡ് റിഡംപ്ഷൻ, എങ്ങനെയാണ് വിക്ടോറിയൻ സൊസൈറ്റി ഇതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻവെസ്റ്റിഗേറ്റ് റസ്റ്റീസ് പോർട്രയൽ ഓഫ് വിക്ടോറിയൻ വാല്യൂസ് ആൻഡ് സൊസൈറ്റൽ ക്രിട്ടിക്. ഇനി യൂണിറ്റ് 3 ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അണ്ടർസ്റ്റാൻഡ് ദി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്,
അതുപോലെ ഈ പറയുന്ന റെവല്യൂഷണറി തീംസിനെ എങ്ങനെയാണ് ടെയിൽ ഓഫ് ടു സിറ്റീസിന്റെ അകത്ത് ഡിക്കൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇനി ബ്ലോക്ക് 2ലേക്ക് വരികയാണെങ്കിൽ തോമസ് ഹാർഡിയുടെ ബയോഗ്രഫി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കുകളുടെ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ സ്റ്റഡി എന്താണെന്നുള്ളത് നോക്കുക. ഫോക്കസ് ഓൺ ദി പബ്ലിക്കേഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് ദി മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്, ആ ഒരു നോവലിനെ എങ്ങനെയാണ് ആ സൊസൈറ്റി കണ്ടിരുന്നത് എന്നുള്ളതും കൂടെ നോക്കുക. ഇനി യൂണിറ്റ് 2ലേക്ക് നോക്കുകയാണെങ്കിൽ സമ്മറൈസ് കീ ചാപ്റ്റേഴ്സ് ആൻഡ് ഐഡന്റിഫൈ സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. സോ എങ്ങനെയാണ് ഇതിന്റെ ഒരു ആ നോവലിനകത്തൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് നടന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ഇനി യൂണിറ്റ് 4 നോക്കുകയാണെങ്കിൽ അനലൈസ് ഹെൻജാർഡ്സ് ക്യാരക്ടർ, മോട്ടിവേഷൻ ആൻഡ് ഡൗൺഫോൾ. ഹെൻജാർഡ് എന്ന് പറയുന്ന മേജർ ക്യാരക്ടറിന്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, അതിൻ്റെ അകത്തുള്ള എല്ലാ ആസ്പെക്ട്സിലുള്ള അനാലിസിസ്, എങ്ങനെയാണ് അദ്ദേഹം വിക്ടോറിയൻ സൊസൈറ്റിയുടെ ഒരു റെപ്രസെന്റേഷൻ ആവുന്നത് എന്നുള്ളത് നോക്കുക. ഇനി യൂണിറ്റ് 4 ബ്ലോക്ക് 3ലേക്ക് ബ്ലോക്ക് 3യുടെ യൂണിറ്റ് 4ലേക്ക് വരികയാണെങ്കിൽ ഹോപ്കിന്റെ യൂസ് ഓഫ് ലാംഗ്വേജ്, തീംസ് ആൻഡ് റിലീജിയസ് റിഫ്ലക്ഷൻ, അത് നോക്കുക. അതുപോലെ പോയത്തിന്റെ ഫോം, സ്റ്റൈല്, അതുപോലെ വിക്ടോറിയൻ പോയട്രിയിൽ ഈ പോയം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നോക്കുക. സോ കൺസിസ്റ്റന്റ് റിവ്യൂ, റെഗുലർലി റിവ്യൂ ദി കീ ടോപ്പിക്സ് ഐഡന്റിഫൈഡ് അബവ്, ഫോക്കസിംഗ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് റാദർ ദാൻ ബ്രോഡ് മെമ്മറൈസേഷൻ. ഈ പറയുന്ന ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്, അല്ലാതെ അത് വെറുതെ കാണാപ്പാഠം പഠിച്ചു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ക്രിട്ടിക്കൽ അനാലിസിസ്, പ്രാക്ടീസ് റൈറ്റിംഗ് ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് സമ്മറൈസസ് ടു ഹോൺ യുവർ എബിലിറ്റി ടു ഇന്റർപ്രറ്റ് ആൻഡ് ഡിസ്കസ് ലിറ്റററി വർക്ക്സ്. Contextual understanding, ensure a strong grasp of the historical and biographical context influencing the literature. അതുപോലെ സാമ്പിൾ ക്വസ്റ്റ്യൻസ്, പാസ്റ്റ് എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അകത്ത് കൃത്യമായിട്ട് അത് വായിച്ച് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെന്നൊന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ഡിസ്കഷൻ ആൻഡ് ഗ്രൂപ്പ് സ്റ്റഡി, എൻഗേജ് ഇൻ ഡിസ്കഷൻസ് വിത്ത് പിയേഴ്സ് ടു ബ്രോഡൻ പെർസ്പെക്റ്റീവ് ആൻഡ് ഡീപ്പൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോംപ്ലക്സ് ടോപ്പിക്സ്. സോ ഈ പറയുന്ന എക്സാമിന്റെ അകത്ത് കൃത്യമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ടോപ്പിക്സിന്റെ ഫോക്കസ് ഏരിയാസ് ഒക്കെ വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ തരുന്ന ഒരു predictive question paper ആണ് ഇത്. 3 hours-ന്റെ question ആണ്, 100 മാർക്കിന്റെ. This paper has 3 sections, A, B, C, and all sections are compulsory, though there is internal choice within the section. Word limits and marks are given after each question. So section A-ന്റെ അകത്ത് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് explain any 4 of the following passages concerning the context, giving brief critical comments about 150 words. ഒരെണ്ണത്തിന് 5 മാർക്ക് വെച്ച് 20 മാർക്ക്. I am a part of all that I have met, yet all experience. അതൊരു കൊട്ടേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ആ കൊട്ടേഷൻ ഏത് കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അതുപോലെ 5 കോണ്ടെക്സ്റ്റുകൾ തന്നിട്ടുണ്ട്, 5 സൈറ്റേഷൻസ് തന്നിട്ടുണ്ട്. ഈ 5 സൈറ്റേഷൻസിൽ നിന്ന് 4 സൈറ്റേഷൻസ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അത് ഏത് കോണ്ടെക്സ്റ്റിലാണുള്ളത്, ഏത് വർക്കിലാണ്, എന്തുകൊണ്ടാണ് റൈറ്റർ അങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഒരു സെന്റൻസ് ഈ ഒരു സൈറ്റേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് റൈറ്റർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു 150 വേർഡ്സിൽ എഴുതുക എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 5 എണ്ണം തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് 4 എണ്ണം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് എഴുതാം. അതാണ് സെക്ഷൻ എ. ഇനി സെക്ഷൻ ബിയിലേക്ക് വരാണെങ്കിൽ അറ്റംപ്റ്റ് എനി 2 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ആൻഡ് അബൌട്ട് 300 വേർഡ്സ്, ഈച്ച് ക്യാരീസ് 15 മാർക്സ്. 15 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ്, ടോട്ടൽ 30 മാർക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ളതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം സെലക്ട് ചെയ്ത് എഴുതുക. അതിൽ ഫസ്റ്റ് വൺ, ഡിസ്കസ് ദി റോൾ ഓഫ് വിമൻ ഡ്യൂറിംഗ് ദി ഫ്രഞ്ച് റെവല്യൂഷൻ. രണ്ടാമത്തത്, ക്രിട്ടിക്കലി അനലൈസ് ദ തീം ഓഫ് ഫെയ്ത്ത് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഹെൻഷാർഡ്. മൂന്നാമത്തത്, എക്സാമിൻ ദ പോർട്രയൽ ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് ഇൻ ദ പോയട്രി ഓഫ് ലോർഡ് ആൽഫ്രഡ് ലോർഡ് ടെനിസൺ. അനലൈസ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദി പോയം പൈഡ് ബ്യൂട്ടി ബൈ GM ഹോപ്കിൻസ്. ഓക്കെ, അപ്പം ഈ പറയുന്ന 4 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരു 300 വേർഡ്സിന് നിങ്ങൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുക. ഇനി സെക്ഷൻ 3ലേക്ക് വരാണെങ്കിൽ ആൻസർ എനി 3 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ആൻഡ് അബൌട്ട് 500 വേർഡ്സ്, ഈച്ച് ക്യാരി 20 മാർക്സ്. 20 മാർക്സിന്റെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, അങ്ങനെ 60 മാർക്സ്. സോ വാട്ട് റോൾ ഡസ് ദി ക്യാരക്ടർ ഓഫ് ഡെഫ്രാജ് പ്ലേസ് ഇൻ Charles Dickens' A Tale of Two Cities? Discuss her significance to the novel's themes. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ നോവലിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, ആ ക്യാരക്ടറിന്റെ ഒരു സ്കെച്ച് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ വിമൻ എന്ന് പറയുന്ന ആസ് ജനറൽ കൊടുക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ്, ഫ്രഞ്ച് റെവല്യൂഷന്റെ ഒരു ഇമ്പാക്ട് എന്താണെന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ ഡിസ്കസ് ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് ഹെൻജാർഡ് ആൻഡ് തോമസ് ഹാർഡി ദ മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ്. ഹൗ ഡസ് ഹാർഡി യൂസ് Henchard's character to explore the themes of faith and personal responsibility.
അപ്പോൾ എങ്ങനെയാണ് ഹെൻജാഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു ഡെവലപ്മെന്റ് വരുന്നത്, ആ ഒരു നോവലിന്റെ അകത്ത് വരുന്ന ഓവറോൾ എന്താ പറയാ സമ്മറി എങ്ങനെയാണ്, ആ ഒരു ക്യാരക്ടർ ആസ് സച്ച് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഒരു റിഫ്ലക്ഷൻ ആവുന്നത്, സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ പ്രൊവൈഡ് എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദി പോയം സ്കോളർ ജിപ്സി ബൈ മാത്യു അർണോൾഡ്. ഹൗ ഡസ് അർണോൾഡ് യൂസസ് പോയം ടു റിഫ്ലക്ട് ഓൺ മോഡേൺ ലൈഫ്. എങ്ങനെയാണ് സ്കോളർ ജിപ്സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആവുന്നത്, അർണോൾഡ് അതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, എന്തൊക്കെ തീംസ് ആണ്, എന്തൊക്കെ പോയറ്റിക് ഡിവൈസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ഇനി ഡി നോക്കുകയാണെങ്കിൽ ഹൗ ഡസ് ക്രിസ്റ്റീന റോസറ്റിസ് ഗോബ്ലിൻ മാർക്കറ്റ് റിഫ്ലക്ട് വിക്ടോറിയൻ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് കൊമേഴ്സ് ആൻഡ് സെക്ഷുവാലിറ്റി, ഡിസ്കസ് ബോത്ത് ദി സർഫേസ് ആൻഡ് ഡീപ്പർ മീനിങ്സ് ഓഫ് ദി പോയം. സോ പോയത്തിന്റെ ഗോബ്ലിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു റെഫറൻസ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു റെപ്രസെന്റേഷൻ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ക്വസ്റ്റ്യൻ എഴുതുക. ഇനി അടുത്തത് ഡിസ്കസ് ദ തീംസ് ഓഫ് ഐസൊലേഷൻ ഇൻ ടെനിസൺസ് ദ ലേഡി ഓഫ് ഷാലറ്റ്. ഹൗ ഡസ് ടെനിസൺ യൂസ് ഇമേജറി ആൻഡ് സിംബോളിസം ടു കൺവേ ദിസ് തീം. സോ ലേഡി ഓഫ് ഷാലറ്റ് എന്ന് പറയുന്ന പോയട്രിയുടെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് എഴുതേണ്ടത്. അതിൻ്റെ അകത്ത് ഇമേജറി എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സിംബോളിസം എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. സോ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സമ്മറീസ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, റൈറ്റേഴ്സിന്റെ ബയോഗ്രഫി, അതുപോലെ ക്യാരക്ടർ ഡെവലപ്മെന്റ്, തീംസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് റിഫ്ലക്ഷൻ ആവുന്നത്, സൊസൈറ്റി എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ പോയട്രിയുടെ റിഫ്ലക്ഷൻസ്, പോയട്രിയുടെ ഇമേജറീസ്, അല്ലെങ്കിൽ പോയട്രിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഫോക്കസ് ഏരിയാസ് പറഞ്ഞിരുന്ന ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. സോ അത്രയാണ്. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായി എക്സാം എഴുതുക, നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി എക്സാം പാസ് ആവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.